ഓ ഗൈസ്, നമ്മൾ അടുത്ത ടോളും വെട്ടിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ മഹേഷ് ബോർഡ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോവുകയാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വടക്കഞ്ചേരിയോ അങ്ങനെ എന്താ പറയുക, വടക്കാഞ്ചേരി ഉണ്ട്, വടക്കഞ്ചേരി ഉണ്ട്, അങ്ങനെ രണ്ട് സ്ഥലമുണ്ട്. അതിൽ വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമാണത്. എങ്ങനെയുണ്ട്? ഐസല്ലേ ഗൈസ്? അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓഫ് റോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഓഫ് റോഡ് കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഞാൻ ഫ്രണ്ടിലോട്ട് വിട്ടിട്ട് ഞാൻ പുറകെ പോകുന്നുണ്ട്. ഇതുണ്ടോ കാട്ടാനകളുടെ സാധ്യതയുള്ള പ്രദേശം. കാട്ടാനകളെ വരൂ. അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ഹൈവേ കയറിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഫിറോസ് ചുട്ടിപ്പാറയുടെ പാലക്കാട്. ഓ, ഇവിടെ ഒരു ബ്ലോക്ക് കാണിക്കുന്നുണ്ടല്ലോ. ആക്സിഡൻ്റ് ആണോ? പോയി നോക്കാം. എനിക്കൊന്ന് ഇവിടത്തേക്കുള്ള എൻട്രി പാസ് ഇവിടെ ആണെന്ന് തോന്നുന്നു. ചെക്ക് പോസ്റ്റ് ആണോ എന്താണ് സംഭവം നോക്കാം. എന്തോ തുരിപ്പാലം. ചെക്ക് പോസ്റ്റാ വെഹിക്കിൾ ഇ പാസ്. ഇവിടെയാണ് ഞങ്ങൾ പെടുന്നത് ഗൈസ്. ഒരു മിനിറ്റ് അണ്ണാച്ചി. ബൈക്കിന് ഈ പാസ് ഇല്ലേടേ? അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് വെട്ടിച്ചിരിക്കുന്നു ഗൈസ്. എങ്ങനെയുണ്ട്? ഓക്കെ, വഴികളെ കണ്ടോ? എന്താ അല്ലേ ഈ TN സ്കൂട്ടൻസ്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു, പഞ്ചർ. നമ്മുടെ കണ്ണുകളെ കോരിത്തെരിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുന്നേ പോയ രണ്ട് സുഹൃത്തുക്കൾ എവിടെ എത്തിയെന്നൊരു പിടുത്തമില്ല. അതൊരു കീഴിൽ എയർ പിന്നാണേ. നോക്കിയോ വേണ്ട മോനെ, എന്താ എയർ പിന്നല്ലേ? സീൻ ഗോപ്രോയും കിട്ടത്തില്ലാട്ടോ, വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റത്തുള്ളൂ. സീൻ വിഷയ സ്ഥലം.
വണ്ടി ഒന്ന് പറപ്പിച്ച് വരട്ടെ. വെള്ളച്ചാട്ടം. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തി. എന്താ ഈ ബ്രേക്കാണോ? ഏതാ? ആ ആ വണ്ടി ഉള്ളപ്പോടാ. നമ്മൾ കൂണൂരിൽ സ്റ്റേ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ റൂമിലോട്ട് പോവുകയാണ്. റൂമിലോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ തന്നെയാണോ റൂം? സ്പാർക്കിംഗ് ഹിൽ. നമ്പർ ഉണ്ടോ അവിടെ? അങ്ങനെ നമുക്ക് കൂനൂർ ഒരു വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നടന്ന് കുറച്ച് കയറണം. അത്യാവശ്യം കിടിലൻ സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ട്രക്കിംഗ് ആണ് ഗൈസ്. എന്നിട്ട് ഇതേതാ വ്യൂ പോയിന്റ്? ഏതാ ഇതിന്റെ പേരെന്താ? ലാംസ് റോക്ക്. ലാംബാ? ഓ അതെ, ഇത് ലാംസ് റോക്ക് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് കേട്ടോ ലാംസ് റോക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നതെന്ന് ഇവിടെ ഗൈഡിനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. ഗൈഡന്മാർ നല്ല പൈസ ചോദിക്കും. അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ തപ്പി കണ്ടുപിടിക്കാൻ വിചാരിച്ച്. ഓ മോനെ, എന്താ നിങ്ങൾക്ക് വീട്ടിലൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നോക്കിയോ, ഈ കാണുന്ന പാറയാണ് ലാംബ് റോക്ക്. ഇതെന്താ ലാമ്പിനെ കണക്കിരിക്കുന്നോണ്ടാണോ? ആണോ? അതാ ലാമ്പ് വരും അവിടെ. ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ്. മോനെ എങ്ങനെയുണ്ട് ഗൈസ്? ഇവിടെ നിന്ന് നോക്കിയിട്ടാ. കമോൺ. ഓ, ഇവിടെയും ചുമ്മാ കയറി നിന്ന് നോക്കാന്നുള്ള സംഭവങ്ങളുള്ളൂ. അങ്ങ് ആൾക്കാരുണ്ട്. എന്തായാലും നടന്നു പോകാം. കുരങ്ങനാണോ? അതെ, കൊച്ചു കള്ളന്മാർ അവിടെ നിന്നിട്ട് എന്തോ പഴം നിന്നാണ്. നൈസല്ലേ? രണ്ട് വഴിയുണ്ടോ? ഓ, വീണ്ടും നമ്മൾ മൂടൽ മഞ്ഞ് കാണാൻ വന്ന കംപ്ലീറ്റ് കോട കയറിയിരിക്കും അല്ലേ? ഫുഡൊക്കെ പ്രിപ്പറേഷനാണ്.
ഭാഗത്താണ്, എന്തൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ വെട്ടം വിളിച്ചുള്ള സ്ഥലത്തോട്ടെത്തി. ഇപ്പം സമയം 6 മണിയായി. നോക്കി, ഇവിടെ നല്ല വെയിലുണ്ട്. നമ്മൾ ഇവിടെ ഡോൾഫിൻ നോസ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഡോൾഫിൻ്റെ നോസ് കണക്കുള്ള എന്തോ സാധനം കാണാം. നിങ്ങളെന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിടണം. ഏതാ ഡോൾഫിൻ്റെ നോസ്? ഏതാ ഡോൾഫിൻ്റെ നോസ്? ഏതാ ഈ വെള്ളച്ചാട്ടമാണോ? സൈഡിലോ? പാറ നിൽക്കുന്നുണ്ടോ? ഏത് പൊട്ടറാണോ വേറെ അപ്പുറത്തേക്കുണ്ടോ പറയാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ കൊണ്ടായിരുന്നല്ലേ? നോക്കണ്ട. ഇവിടുന്ന് പോയാൽ പിന്നെ നോക്കണ്ട. ഇതല്ലേ? ഇതാണോ? എനിക്കറിയില്ല കേട്ടാ. ഏതാണ് ഡോൾഫിൻ നോസ്? നമ്മൾ ഡോൾഫിൻ നോസ് എന്ന് പറഞ്ഞില്ലേ, ഇതാ ഈ ഒരു കാണുന്ന ഒരു ഏരിയ ആണ് ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ വ്യൂ പോയിന്റിൽ നിന്ന് താഴോട്ട് കാണാമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇതിനെ മുകളിൽ നിന്ന് അവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡോൾഫിൻ്റെ നോസ് പോലെ കാണാം. ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ് എന്ന് പേര് വന്നത്. പേടിയുണ്ടോ? വഴി തെറ്റിയോ? നമ്മൾ സെമിത്തേരിയിലേക്കാണ്. അതുകൊണ്ടാണ്. സെമിത്തേരി നോക്കുക. അതെ 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 അതെ. പേടിയുള്ളവർ ഇത് കാണാൻ നിൽക്കരുത്. ആർക്കെങ്കിലൊക്കെ പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ ഈ വീഡിയോ ദയവായിട്ട് കാണരുത്. കാരണം നമ്മൾ പോകുന്നത് ഒരു സെമിത്തേരിയിലേക്കാണ്. നിഗൂഢതകൾ ഇറങ്ങിക്കിടക്കുന്ന ഒരു വലിയ സെമിത്തേരി. നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഇതുണ്ട് വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വഴിയാണ്. എന്താ പറയുക, ഒരു കാറിന് മാത്രം പോകാൻ പറ്റുന്ന അത്ര സ്പേസ് ഉള്ളൂ. 2 ബൈക്കുകൾ വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ വഴിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയുന്നതിൽ സത്യമുണ്ട്. ഓ മൈ ഗോഡ്, സെമിത്തേരി സെമിത്തേരി. അങ്ങോട്ട് പോകണോ? അതെ, അവരെന്നെ കളഞ്ഞിട്ട് പോയി ഗൈസ്. ഞാനെന്ത് ചെയ്യും? എൻ്റെ ഫ്രണ്ടിലെത്താല്ലേ. സോറി സോറി സോറി. അത് തിരിച്ചു വരാം. ശരി, കറങ്ങി അങ്ങ് അവിടെ ചെല്ലാം. അതെ, ഇതാട്ടോ സെമിത്തേരി. എന്തല്ലേ, ഇവിടെ ഫോട്ടോഷൂട്ട് കിടക്കുക. സെമിത്തേരിയിൽ ഫോട്ടോഷൂട്ട്. ഇവിടെ നോക്ക്, മറ്റേ ആ ചെടി. ചെടിയിൽ നിന്ന് മരം. നല്ല രസമുണ്ടല്ലേ? ഇവിടെ ഫോട്ടോഷൂട്ട് കിടക്കട്ടെ. അപ്പം നമുക്ക് വേറെ സാധനം കാണിച്ചു തരാം. സെമിത്തേരിക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല കേട്ടോ. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള സെമിത്തേരി ഉണ്ടേ. ഇവിടെ എൻ്റെ കല്ലറുകളുണ്ടോ, നിറയെ ശവക്കല്ലറുകളാണ്. അങ്ങ് വരെ ഉണ്ട്. കണ്ടോ, കുരിശ്. ഇതിപ്പം ഇവരെന്തോ വേലിയൊക്കെ വെച്ചേക്കും ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ടേ. നേരത്തെ ആൾക്കാരൊക്കെ കയറി ഇതിനകത്ത് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പുറ സൈഡിൽ കാണുന്നു. ഇവിടെയും നിന്ന് കഴിഞ്ഞാണ്ട് ഇതുവഴിയൊക്കെ ആൾക്കാരൊക്കെ കയറിപ്പോയിട്ടുണ്ടെന്ന് കേട്ടോ. ഇവിടെ ആരാ തുറന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങളല്ല ഗൈസ്. ഹായ്, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പം നമ്മൾ കൂണൂർ ടൗണിലാണുള്ളത്. ടൗണിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഇവിടെ ഒരു ചെറിയൊരു മ്യൂസിയം, പക്ഷേ മ്യൂസിയം ഒരു ചെറിയൊരു പാർക്കാണിത്. മോർണിംഗ് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്.
ഇതുണ്ടോ ഇവിടെ ജക്രാന്ത പൂത്തിരിക്കുന്നുണ്ടോ? എന്ത് രസമല്ലേ. ഇവിടെ ഉണ്ട്, അവിടെ ഇല്ല. ഫോട്ടോ എടുത്ത് തരാം. നമ്മൾ കുനൂർ ടൗണിൽ കൂടെ പോവുകയാണ് കേട്ടോ. എവിടുന്നെങ്കിലും പറ്റിയ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് ഇറങ്ങണം പറ്റുകയാണെങ്കിൽ. ഇവിടെ ടൗണിൽ വന്നപ്പോൾ നല്ല റേറ്റ് ഉണ്ട് ഫുഡിനൊക്കെ. അത്യാവശ്യം ചീപ്പായിട്ട് കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് നോക്കിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. അതുകൊണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. എന്തോ മലയാളികളും എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന എന്തോ വലിയ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ടൗൺ ഫുള്ള് ജനങ്ങളായിരുന്നു. ബൈക്കൊന്നും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു, അമ്മാതിരി തിരക്കായിരുന്നു. ഊട്ടി ഇവിടുന്ന് 25 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. നോക്കിയാൽ ഈ വഴിയാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ ജക്രാന്ത പൂത്തിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ. ഇതൊക്കെ പൂത്തെല്ലാം കൊഴിഞ്ഞു പോയി. നമ്മൾ ഹോട്ടൽ തപ്പി തപ്പി ഇപ്പോൾ എവിടെ എത്തിയാന്നൊരു പിടുത്തമില്ല. ആ സീനിൽ കിടിലം, എന്താ ഭംഗി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല, സത്യം പറയല്ലേ. പോകരി കിടന്ന് അലാറം അടിക്കുകയാണ്. മണി 8:30 ഓ ഇവിടെ സ്കൂളുള്ള സ്ഥലമാണ് കേട്ടോ. ഹോട്ടലിൻ്റെ പേര് മാത്രമേ ഉള്ളൂ, പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. റിവേഴ്സ് ഇറക്കാം. നിക്കലറമേ. ഇന്നലെ പറ്റിയൊരു മണ്ടത്തരം. അതൊരു അല്ല മെനഞ്ഞാന്ന് ഞാനിതിനകത്ത് ചെയിൻ ലൂബ് അടിച്ചെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെയിൻ ലൂബ് അടിച്ചില്ലായിരുന്നു. ചെയിൻ ലൂബിന് പകരം ചെയിൻ ക്ലീനർ മാത്രം അടിച്ചിട്ടങ്ങ് ഇറങ്ങി. വണ്ടി ചെയിൻ പോയെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ കയറാം. ഇവിടെ വടയും എന്തൊക്കെ കിട്ടുമെന്ന് അറിയത്തില്ല, നോക്കാം നമുക്ക്. നമ്മളിവിടെ അടുത്തൊരു ഹോട്ടലിൽ കയറി. കിടില്ല, നല്ല ഫുഡ്. ഇവിടുന്ന് കിന്നക്കോടയിലോട്ട് പോകണം. കിന്നക്കോടയിലുള്ള കിടിലം വീഡിയോസൊക്കെ നമുക്ക് കാണാം.